LDF സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയത് ഒരു വൈജ്ഞാനിക സമൂഹത്തെയും ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാകുക എന്നതാണ്. അതനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സജീവമായ ഇടപെടൽ സംസ്ഥാനം നടത്തി വരികയാണ്. അതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മുന്നോട്ടേക്ക് കുതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും നിലപാട് കൈകാര്യം ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാനും കിഫ്ബി ഉൾപ്പെടെ ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്മാർട്ട് ക്ലാസുകൾ രൂപപ്പെടുത്താനും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തല സൗകര്യം മാത്രമല്ല ഉള്ളടക്കം ശക്തിപ്പെടുത്താനും എല്ലാമുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാവണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് മുന്നോട്ട് വന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ ലോകോത്തരമായ രീതിയിലാണ് വിദ്യാഭ്യാസ സംവിധാനത്തെ കാണാനാവുക. മൊത്തം പ്രവേശന അനുപാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 2017-18 അത് 34%. അതിപ്പോൾ 2021 ആകുമ്പോഴേക്ക് തന്നെ 43.2% ഉയർന്നു പ്രവേശന അനുപാതം. സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വലിയ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2017-18 38% പ്രവേശന അനുപാതം. ഇപ്പോൾ 2021 ആകുമ്പോഴേക്ക് 52% മാറി. വലിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പ്രത്യേകമായിട്ട് ഇന്ത്യയിലെ മികച്ച 17 സർവകലാശാലകളിൽ 3 കേരളത്തിലാണുള്ളത് എന്നതാണ് പ്രത്യേകത. NIEFൻ്റെ റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാല ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ഉള്ളത്. കുസാറ്റ് 8ാം സ്ഥാനത്തും മഹാത്മാഗാന്ധി സർവകലാശാല 17ാം സ്ഥാനത്തുമാണ്. കോളേജുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ സംസ്ഥാനത്ത് 18 കോളേജുകളുണ്ട്. അത് 300 കോളേജുകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 73 കേരളത്തിൽ നിന്നാണ് എന്ന് കാണാം. അതിൽ 18 സർക്കാർ കോളേജുകളാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം 2017-18 മുതൽ നാക് അക്രഡിറ്റേഷൻ്റെ A++ റാങ്ക് നേടുന്ന സർവകലാശാലയായി കേരള സർവകലാശാല മാറിയിട്ടുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി സർവകലാശാല A++ അംഗീകാരം വീണ്ടും കരസ്ഥമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയും കുസാറ്റും A+ നേടുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം വലിയ രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള കുതിപ്പ് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് തകർക്കാനാവുക എന്നതാണ് ഭരണവർഗം
പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഗവർണറെ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണർ ഇടപെടുമ്പോൾ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അക്കാദമിക് സമൂഹത്തിൻ്റെ പിന്തുണയോടെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന കേരളീയ ജനത ശക്തിയായി പ്രതിഷേധിക്കുകയും മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അനുകൂലമായ പ്രധാനപ്പെട്ട ഒരു ഘടകം. സാമൂഹ്യമായ പശ്ചാത്തലം അതാണ്. ഈ രംഗത്തെ കോടതി വിധികൾ ഗവർണർമാർക്കെതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് അനുകൂലമായ വിധികളൊന്നും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തെ അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് അനിശ്ചിതത്വം രൂപപ്പെടുത്താൻ ഗവർണർമാർ തന്നെ കോടതിയിലേക്ക് പോകുന്ന ചിത്രവും അപൂർവ സംഭവമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSനെ പ്രീണിപ്പിക്കാനാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. എന്നാൽ അവരുടെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിലപാടാണ് പുതിയ ഗവർണർ സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ കോടതിയിൽ നിരന്തരമായിട്ട് ഇടപെടും. എന്നിട്ടും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർവകലാശാലകളുമായി നടക്കുന്ന, ഗവൺമെൻറ്റുമായി നടക്കുന്ന നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വിചിത്ര വാദവുമായി ഗവർണർ വന്നിരിക്കുകയാണ്. അത് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാകണമെന്ന ഹൈക്കോടതി വിധി, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയും പിന്നീട് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും, ഈ വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ ഗവർണർ ഹർജി നൽകി. സുപ്രീം കോടതി ചാൻസലറുടെ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ വാദങ്ങൾ അംഗീകരിക്കാതെ സ്ഥിരം വൈസ് ചാൻസലറുടെ നിയമനം നടത്താൻ സാധിക്കത്തക്ക രീതിയിൽ ജസ്റ്റിസ് സുധാംശു ദുലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ്. ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിലുണ്ടായത്. മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർമാരിൽ മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ മുൻഗണന നിശ്ചയിക്കുന്നതിനുള്ള അവകാശവും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ താവളമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തിയായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിൻ്റെയൊക്കെ സംവിധാനത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ ഗവർണർ പോയത്. അതിന് ചെലവായത് 11 ലക്ഷം രൂപയാണത്രേ. ആ 11 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും 5.5 വീതം കൂടി 5.5 ലക്ഷം റുപ്യ ഈ ഡിജിറ്റൽ സർവകലാശാലയും 5.5 ലക്ഷം റുപ്യ സാങ്കേതിക സർവകലാശാലയും നൽകണം
എന്ന് നിയമവിരുദ്ധമായി ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ നിലവിലുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പണം നൽകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ചാൻസലർ പദവി ഉപയോഗിച്ച് എല്ലാ ജനാധിപത്യ രീതികളെയും തകർക്കുന്ന, സർവകലാശാല ഇടപെട്ട് അതിൻ്റെ മുന്നേറ്റത്തെ തടസ്സം നിർത്തുന്ന, ഗവർണർ തങ്ങളുടെ പാർശ്വവർത്തികളെ ആയിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നിയമവിരുദ്ധമായ ഇടപെടൽ ഇപ്പോൾ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെലവ് യൂണിവേഴ്സിറ്റികൾ നൽകണം എന്ന വിചിത്രവാദവും ഇപ്പോൾ നടത്തുകയാണ്. ഇതിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്.